സംസ്ഥാനത്തെ യാത്രക്കാരുടെ ജീവന് വില നൽകാതെ KSRTC ദീർഘദൂര സർവീസിനായി അനുവദിക്കുന്നത് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ 7 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബസ്സുകൾ ദീർഘദൂര സർവീസിന് ഉപയോഗിക്കരുത് എന്ന നിയമം നിലനിൽക്കെ കേരളത്തിൽ ഓടുന്നത് 9 മുതൽ 12 വർഷം പഴക്കമുള്ള ബസ്സുകളാണ്. നിലവിൽ നിരത്തിലോടുന്ന 1000-ലേറെ ബസ്സുകൾ 6 മാസത്തിനുള്ളിൽ പൊളിച്ചു കളയേണ്ടവയാണ്. പ്രതിദിനം കേരളത്തിൽ നിന്നും 800-ലേറെ ബസ്സുകളാണ് ദീർഘദൂര സർവീസ് നടത്തുന്നത്. ഇതിൽ ഇന്റർസ്റ്റേറ്റ്, മിന്നൽ, സൂപ്പർഫാസ്റ്റ്, ഡീലക്സ് ബസ്സുകൾ ഉൾപ്പെടുന്നു. കേന്ദ്ര നിയമപ്രകാരം നേരത്തെ 5 വർഷവും പുതുക്കിയ നിർദ്ദേശപ്രകാരം 7 വർഷവും പഴക്കമുള്ള വാഹനങ്ങൾ മാത്രമേ ദീർഘദൂര ബസ്സുകളായി ഓടിക്കാനാകൂ. എന്നാൽ കേരളത്തിൽ KSRTC ഓടിക്കുന്നത് 9 മുതൽ 12 വർഷം പഴക്കമുള്ള ബസ്സുകളാണ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലാണ് മിന്നൽ സർവീസ് നടത്തേണ്ടത്. പ്രതിദിനം 29 സർവീസുകളാണ് കേരളത്തിലുള്ളത്. ഇതിനായി ഉപയോഗിക്കുന്നത് റീബിൽഡിന്റെ പേരിൽ എക്സ്പ്രസിൽ നിന്നും ഡീഗ്രേഡ് ചെയ്യേണ്ടിയിരുന്ന ബസ്സുകളാണ്. പെയിന്റ് മാറ്റി അപ്ഗ്രേഡ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. 349 സൂപ്പർഫാസ്റ്റ് ബസ്സുകളും 90 ഡീലക്സ് ബസ്സുകളും കേരളത്തിൽ ഓടുന്നുണ്ട്. ഇവയിൽ ഒന്നിന്റെ പോലും പഴക്കം 7 വർഷത്തിൽ താഴെയല്ല. 300 ഇന്റർസ്റ്റേറ്റ് ബസ്സുകളുടെ കാര്യവും ഇതുതന്നെയാണ്. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ കൂടുതൽ ദൂരം ഓടിക്കേണ്ടി വരുന്നതിനാൽ എപ്പോഴും വൈകിയാണ് സർവീസ് പൂർത്തിയാക്കാനാകുന്നത്. നേരത്തെ 15 വർഷം കഴിഞ്ഞാൽ ബസ്സുകൾ കണ്ടം ചെയ്യാനായിരുന്നു നിർദ്ദേശം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം വന്നതോടെ അത് 17 വർഷമായി. നിലവിൽ 6 മാസത്തിനുള്ളിൽ 1000-ലേറെ ബസ്സുകൾ ഇങ്ങനെ റോഡിൽ നിന്നും പിൻവലിക്കണം. അതോടെ പല സർവീസുകളും ഇല്ലാതാകും. പിണറായി സർക്കാരിന്റെ 8.5 വർഷത്തെ ഭരണത്തിനിടെ 500 പുതിയ ബസ്സുകളാണ് വാങ്ങിയത്. എന്നാൽ ഇതിൽ 400 എണ്ണം K-Swiftനും 100 എണ്ണം ഫാസ്റ്റ് സർവീസിനുമാണ് നൽകിയത്. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ അമിത വേഗത്തിൽ ദീർഘദൂരം ഓടേണ്ടി വരുന്നതിനാൽ അപകടം പതിവാണ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവന് വില നൽകാതെയുള്ള KSRTCയുടെ ഓട്ടത്തിന് തടയിട്ടില്ലെങ്കിൽ ജീവനുകൾ പൊലിയുന്ന അവസ്ഥയുണ്ടായേക്കാം. ന്യൂസ് മലയാളം, കാസർഗോഡ്.